മൂർഖൻ പാമ്പുമായുള്ള ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ ശ്വാനന്മാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തൃശൂർ പൂത്തോൾ അടയാൽ മോഹനൻ മേനോന്റെ വീട്ടിലെ തൊമ്മി, പമ്മി, ടിൻഡു എന്നീ ഓമനകളാണ് മൂർഖൻ പാമ്പിന്റെ കടിയേറ്റിട്ടും അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലാണ് വീടിന്റെ കോമ്പൗണ്ടിലേക്ക് കടന്ന മൂർഖൻ പാമ്പിനെ 5 വയസ്സുള്ള ടിൻഡുവും അച്ഛനും അമ്മയും കൂടി എതിരിട്ടത്. ശ്വാനന്മാരുടെ കുരകേട്ട് പുറത്തിറങ്ങിയപ്പോൾ പത്തിവിടത്തി നിൽക്കുന്ന മൂർഖൻ പാമ്പിനെയാണ് കണ്ടതെന്നും ടിൻഡുവും തൊമ്മിയും പമ്മിയും കൂടി മൂർഖനെ വളഞ്ഞിട്ട് നിൽക്കുകയായിരുന്നുവെന്നും ഉടമ മോഹൻദാസ് മേനോൻ പറയുന്നു. ഇവിടെ ബാക്കിൽ ഇതുമാതിരി കുറെ പിടിക്കുന്നു, പക്ഷെ അതൊന്നും ഇത്ര വലിയ പാമ്പിനെ പിടിച്ചിട്ടില്ല. പിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ വിളിക്ക് 2 അടി 3 അടിയുള്ള പാമ്പിനെ, ചേര, പിന്നെ അണലില്ല മറ്റേ വെള്ളിക്കട്ടൻ, അത് സാധാരണ പിടിക്കാറുണ്ട്. ഇന്നലെയും പിടിച്ചിട്ടുണ്ട് ഒരു വെള്ളിക്കട്ടനെ. അങ്ങനെയൊക്കെ ഒരു പിന്നെ സ്ഥിരം തുരത്തൻ എലി അതൊക്കെ നാട്ടിലെവിടെ ഉണ്ടെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന് പിടിച്ചു ശരിയാക്കാൻ വേണ്ടി നമുക്ക് സമാധാനമായിട്ട് ധൈര്യമായിട്ട് കിടന്നുറങ്ങാം. 3 പേർക്കും മുഖത്തും ശരീരത്തിലുമായി പാമ്പിന്റെ കടിയേറ്റു. എന്നിട്ടും മൂർഖന്റെ അന്ത്യം കാണാതെ ശ്വാനന്മാർ പിന്മാറിയില്ലെന്നും മോഹൻദാസ് പറഞ്ഞു. 3-4 മാസം പ്രായമുള്ളപ്പോഴാണ് ബിസിനസ് നടത്തുന്ന മോഹൻദാസ് തൊമ്മിയെയും പമ്മിയെയും വീട്ടിൽ കൊണ്ടുവരുന്നത്. വീട്ടിൽ കൊണ്ടുവന്നത് മുതൽ മോഹൻദാസ് അവയെ ചങ്ങലക്കിട്ടിട്ടില്ല. സ്വതന്ത്രമായി വീടിന്റെ മതിൽക്കെട്ടിനകത്ത് സ്വതന്ത്രമായി വിട്ടിരിക്കുകയാണ്. 2 വർഷം തികഞ്ഞപ്പോഴാണ് തൊമ്മിക്കും പമ്മിക്കും ടിൻഡുവിനെ മകനായി ലഭിച്ചത്. അച്ഛനും അമ്മയും മകനും സസന്തോഷം വീടിന്റെ മതിൽക്കെട്ടിനകത്ത് വാഴുമ്പോഴാണ് ശനിയാഴ്ച രാത്രി മൂർഖൻ അതിക്രമിച്ചു കയറിയത്. മൂർഖന്റെ കടിയേറ്റിട്ടും പിന്മാറാതെ നിന്നവർക്ക് അന്ന് തന്നെ പ്രതിരോധ മരുന്ന് നൽകിയതുകൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് വനംവകുപ്പ് ജീവനക്കാരനായ എൽത്തുരുത്ത് സ്വദേശി സേവ്യർ പറയുന്നു. ഇവിടെ ഈ പാമ്പിനെ ഞാൻ പിടിക്കാൻ സാറിന്റെ വീട്ടിൽ വന്നു. ഇതിൻ്റെ ഇടയിൽ 3 പട്ടീനെ പാമ്പ് കടിച്ചു. പക്ഷെ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഉടനെ ഒരു വെറ്റിനറി ഡോക്ടറെ സഹായത്തോടുകൂടി ഇതിന്റെ കോമൺ ആന്റിവനം കയറ്റാണ് നല്ലത്. പക്ഷെ പട്ടിയും പാമ്പായിട്ട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചില പട്ടികൾ പാമ്പിനെ കൊല്ലും. പക്ഷെ വീട്ടിലത്തെ ഉടമസ്ഥന്മാർ പറയും എൻ്റെ പട്ടിക്ക് കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു സിംറ്റം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അടുത്തുള്ള വെറ്റിനറി ഡോക്ടറെ സഹായത്തോടു കൂടി ആന്റിവനം കൊടുത്തിരിക്കണം. അല്ല നേരം വിളക്കുമ്പോൾ പട്ടി ചത്തുപോകും. ഏത് അനിമൽസിനെയും വിഷമുള്ള പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അവർ ചാവും. പക്ഷെ കുറച്ച് സമയം എടുക്കും. മനുഷ്യനൊരു പാമ്പ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് അതിന്റെ സിംറ്റം ഉണ്ടാവും. പക്ഷെ പട്ടികളെ സംബന്ധിച്ച് ടെൻഷൻ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് സമയം കിട്ടും. അതാണ് ഇവിടെ പലർക്കും പറ്റണത്. നഗരത്തിലെ മെഡിക്കൽ ഷോപ്പുകളിൽ പാമ്പ് കടിയേറ്റ നായ്ക്കൾക്കുള്ള പ്രതിരോധ മരുന്ന് ലഭിക്കാതെ പാതിരാവരെ അലഞ്ഞത് സേവ്യറാണ്. മതിൽക്കെട്ടിനകത്ത് കടന്ന പാമ്പിനെ പിടികൂടാനാണ് വീട്ടുടമ സേവ്യറിനെ വിളിച്ചു വരുത്തിയത്. സേവ്യർ എത്തും മുമ്പേ തന്നെ തൊമ്മിയും പമ്മിയും ടിൻഡുവും കൂടി മൂർഖനെ വകവരുത്തിയിരുന്നു. വിഷമുള്ള പാമ്പ് കടിയേറ്റാൽ സാധാരണയായി ജീവികളെല്ലാം 24 മണിക്കൂറിനകം തന്നെ മരണപ്പെടുകയാണ് പതിവ്. എന്നാൽ പാമ്പ് കടിയേറ്റ ഉടനെ തന്നെ പ്രതിരോധ മരുന്ന് നൽകാൻ കഴിഞ്ഞതാണ് ടിൻഡുവും അച്ഛനും അമ്മയും രക്ഷപ്പെടാൻ കാരണമായതെന്നും സേവ്യർ പറഞ്ഞു.